നമസ്കാരം സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാം ക്ലാസ് പാസ്സായവർക്ക് സർക്കാർ ജോലി അന്വേഷിക്കുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണണം. കാരണം വനം വന്യജീവി വകുപ്പിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 7ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷ നൽകാം. വാച്ചർ, വാർഡൻ തുടങ്ങി നിരവധി തസ്തികകളിലാണ് ഈ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുന്നത്. ശമ്പളം 23,000 രൂപ മുതൽ 50,200 വരെ. എന്നാൽ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ചില പ്രധാന നിബന്ധനകളുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശാരീരിക യോഗ്യത, അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നിവ ശ്രദ്ധിക്കണം. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ നിയമനം ഏത് വകുപ്പിലാണ്. ഇത് കേരള വനം വന്യജീവി വകുപ്പിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനമാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് നിയമനം നടത്തുന്നത്. ഇവിടെ ഒരൊറ്റ തസ്തികയല്ല, വാച്ചർ വിഭാഗത്തിലും മറ്റ് അനുബന്ധ തസ്തികകളിലും നിരവധി ഒഴിവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കാവുന്ന ഒരവസരമാണ്. ഇനി പ്രധാനപ്പെട്ട തസ്തികകളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന തസ്തികകളിൽ പ്രധാനപ്പെട്ടവ സർവേ ലാസ്കർ, ഡിപ്പോ ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചേഴ്സ്, പ്ലാന്റേഷൻ വാച്ചേഴ്സ് ആൻഡ് മേസ്ട്രീസ്, TV വാച്ചേഴ്സ് ആൻഡ് ബംഗ്ലാ വാച്ചേഴ്സ്, ടൈമർ സൂപ്പർവൈസർ, തോപ്പ് വാർഡൻ, റിസർവ് വാച്ചേഴ്സ്, താനെ വാച്ചേഴ്സ് ആൻഡ് ഡിസ്പെൻസറി അറ്റൻഡർ തുടങ്ങിയവയാണ്. അതായത് പേരുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് പോലെ വനം, ഡിപ്പോ, വാച്ച് സ്റ്റേഷൻ, പ്ലാന്റേഷൻ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട ജോലികളാണ്. ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? സുഹൃത്തുക്കളെ, ഈ അവസരത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിദ്യാഭ്യാസ യോഗ്യതയാണ്. 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. അതേസമയം ഒരു പ്രധാന നിബന്ധന കൂടിയുണ്ട്. ബിരുദം പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പാടില്ല. അതായത് വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന യോഗ്യത പ്രകാരം 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം പാസ്സാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ 7ാം ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ്സുകൾ വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ബിരുദം നേടിയിട്ടില്ലെങ്കിൽ വിജ്ഞാപനത്തിലെ മറ്റ് നിബന്ധനകൾ പാലിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കണം. ഇത്തരം യോഗ്യതയുള്ള സർക്കാർ ജോലി അന്വേഷിക്കുന്നവർ ഈ അവസരം ശ്രദ്ധിക്കുക. ഇനി പലരും കാത്തിരിക്കുന്ന കാര്യം ശമ്പളം എത്രയാണെന്ന്. ഈ തസ്തികകൾക്ക് വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെ. അതായത് സർക്കാർ സർവീസിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിലാണ് നിയമനം. എന്നാൽ ശമ്പളത്തോടൊപ്പം ജോലി സ്വഭാവവും വളരെ പ്രധാനമാണ്. വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട ജോലി ആയതിനാൽ ഫീൽഡ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ എല്ലാ നിബന്ധനകളും വായിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് നോക്കാം പ്രായപരിധി. ഈ നിയമനത്തിന് 18 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന ജനനത്തീയതി പ്രകാരം 2/1/1986 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 തീയതികളും ഉൾപ്പെടുന്നതാണ്. എന്നാൽ വിവിധ വിഭാഗങ്ങൾക്ക് ബാധകമായ പ്രായ ഇളവുകൾ ഉണ്ടോ എന്ന് നിങ്ങളുടെ വിഭാഗത്തിനനുസരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ജോലിക്ക് വിദ്യാഭ്യാസ യോഗ്യത മാത്രം മതിയാകില്ല. സുഹൃത്തുക്കളെ, ഇവിടെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന നിബന്ധനയുണ്ട്: ശാരീരിക യോഗ്യത. വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന പ്രകാരം ഉയരം കുറഞ്ഞത് 163 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് കുറഞ്ഞത് 79 സെൻറ്റിമീറ്റർ, പൂർണ്ണ വികാസത്തിൽ കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വികസനം ഉണ്ടായിരിക്കണം.
അതുകൊണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും ശരിയാണെങ്കിലും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പാലിക്കുന്നുണ്ടോ എന്നത് ഉറപ്പാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ജോലി ലക്ഷ്യമിടുന്നവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ ശാരീരിക യോഗ്യതാ വ്യവസ്ഥകൾ പൂർണ്ണമായി വായിക്കുക. ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി നോക്കാം. അപേക്ഷകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത്. ആദ്യം PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ശേഷം സ്വന്തം പ്രൊഫൈലിൽ പ്രവേശിച്ച് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അപേക്ഷിക്കണം. ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കുമ്പോൾ അതത് നോട്ടിഫിക്കേഷനിൽ കാണുന്ന അപ്ലൈ നൗവിൽ വഴി തന്നെ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈലിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 2. അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് അപേക്ഷ മാറ്റിവെക്കാതിരിക്കുന്നതാണ് നല്ലത്. യോഗ്യതയുള്ളവർ അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷ പൂർത്തിയാക്കുക. എന്നാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ഔദ്യോഗിക വിജ്ഞാപനം നിർബന്ധമായും പരിശോധിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കാം. അപ്പോൾ വളരെ ചുരുക്കത്തിൽ ഈ ജോലി വീണ്ടും ഓർമ്മിപ്പിക്കാം. വകുപ്പ് വനം വന്യജീവി വകുപ്പ്. തസ്തികകൾ വാച്ചർ, വാർഡൻ ഉൾപ്പെടെ വിവിധ തസ്തികകൾ. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്. പ്രധാന നിബന്ധന ബിരുദം പാസ്സായിരിക്കരുത്. ശമ്പളം 23,000 മുതൽ 50,200 വരെ. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. ഉയരം കുറഞ്ഞത് 163 സെൻറ്റിമീറ്റർ. അവസാന തീയതി സെപ്റ്റംബർ 2. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കേരള ഗവൺമെൻറ് ജോബ്സ്, PSC റിക്രൂട്ട്മെൻറ്റ്, ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് തുടർച്ചയായി ലഭിക്കാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ പിന്നീടായിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.